السلام عليكم ورحمة الله. كيف أحوالكم يا أصدقائي وأحبائي؟ طيبين؟ ما شاء الله. പ്രിയ കൂട്ടുകാരെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 4 പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ച 4 പ്രവർത്തനങ്ങൾ. നമ്മൾ പുതിയ ഒരു പാഠത്തിലേക്ക്, ഒരു യൂണിറ്റിലേക്ക് പ്രവേശിക്കുകയാണ്. അൽ വഹദത്തുൽ ഊല. വഹദ എന്നാൽ യൂണിറ്റ്, അൽ ഊല എന്നാൽ ഒന്നാമത്തെ. അപ്പോൾ യൂണിറ്റ് ഒന്നിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതിൻ്റെ പേര് ഖൽബുൻ ഹനൂൻ. ഖൽബ് എന്നാൽ ഹൃദയം, ഹനൂൻ സ്നേഹമുള്ള. ഖൽബുൻ ഹനൂൻ സ്നേഹമുള്ള ഹൃദയം. സ്നേഹത്തെക്കുറിച്ചാണ് നമ്മുടെ യൂണിറ്റിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ തുടക്കം എന്ന നിലക്ക് നമുക്ക് ബുക്കിൽ കാണാം, ഒരു ചിത്രം കാണാം. ഷഫില സൂറ മഹദി. എന്താണ് ചിത്രത്തിൽ നമ്മൾ കാണുന്നത്? പറയൂ. മഹദി. ഷജറ. ഷജറത്തുൻ ഫി സൂറത്തി ഷജറത്തുൻ. ഹാദിഹി ഷജറത്തുൻ. ഹാദിഹി ഷജറത്തുൻ. ഹാദിഹി ഷജറത്തുൻ കബീറത്തുൻ. ഹാദിഹി ഷജറത്തുൻ കബീറത്തുൻ. അല്ലേ? ഇതൊരു വലിയ മരമാണ്. ഒന്ന് വായിച്ചേ. ഹാദിഹി ഷജറത്തുൻ കബീറത്തുൻ. شوف في الصورة. ما هذا؟ نعم، ما هذا؟ أيوة، عش. هذا عش. കണ്ടില്ലേ? ഉഷ് മരത്തിലൊക്കെ ഉണ്ടാവാറില്ലേ? ഓക്കെ. ഉഷ് നമുക്കറിയാലോ ആർക്ക് താമസിക്കാനുള്ളതാണ് അല്ലെ? നമ്മൾ നേരത്തെ പ്രവർത്തനങ്ങൾ ചെയ്തതിൽ ഓരോ ജീവികളുടെയും പാർപ്പിടത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? ശ്രദ്ധിച്ചിട്ടില്ലേ? തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞ വീഡിയോയിൽ. ഇത് ഉഷാണ്, പക്ഷികൾക്ക് താമസിക്കാനുള്ള സ്ഥലമാണ് അല്ലെ? കൂട്. ഉഷുൻ. ഒന്ന് വായിച്ചേ. ഉഷുൻ. ഓക്കെ. മാതാ അല ഷജറ. അല ഷജറത്തി ഉഷുൻ. ഒന്നുകൂടെ വായിച്ചേ. അല ഷജറത്തി ഉഷുൻ. മാതാ അല ഷജറത്തി. അല ഷജറത്തി ഉഷുൻ. شوف إلى الصورة. ماذا في العش؟ ماذا في العش؟ നോക്കിയേ. ഉഷിൽ എന്താ നോക്കിയേ. അഫ്രാഖുൻ. അഫ്രാഖുൻ. അഫ്രാഖ് എന്ന് പറഞ്ഞാൽ എന്താണ് അറിയില്ലേ? പക്ഷിക്കുഞ്ഞുങ്ങൾക്കാണ് എന്ത് പറയാ? അഫ്രാഖുൻ. അപ്പൊ അഫ്രാഖ് എന്നുള്ളത് ബഹുവചനമാണ്, പ്ലൂരലാണ് അല്ലെ? നമുക്കതിന്റെ ഏകവചനം എന്താ നോക്കണ്ടേ? മുഫ്രദ്. എന്താ പറയാ? മുഫ്രദ്. സിംഗുലർ ആണ്. ഫർഖുൻ. അഫ്രാഖ് എന്നതിന്റെ ഏകവചനം എന്താണ്? ഫർഖുൻ. പക്ഷിക്കുഞ്ഞ് അല്ലെ? അഫ്രാഖുൻ പക്ഷിക്കുഞ്ഞുങ്ങൾ. അപ്പൊ ഫിൽ ഉഷി അഫ്രാഖുൻ. മാതാ ഫിൽ ഉഷി? അതാണ് ചോദ്യം അല്ലെ? എന്താണ് പക്ഷിക്കൂടിലുള്ളത്? ഫിൽ ഉഷി അഫ്രാഖുൻ അല്ലെ? പക്ഷിക്കൂട്ടിൽ ആരുണ്ട്? പക്ഷിക്കുഞ്ഞുങ്ങളുണ്ട്. ഫിൽ ഉഷി അഫ്രാഖുൻ. നോക്കിയേ. ഇവിടെ കൂട്ടില് പക്ഷിക്കുഞ്ഞുങ്ങൾക്ക് പുറമെ വേറെ ആൾ കൂടെ വന്നിട്ടില്ലേ? ആ കുഞ്ഞുങ്ങളുടെ തള്ളപ്പക്ഷിയാണ് അല്ലെ? എന്താ തള്ളപ്പക്ഷി ചെയ്യുന്നത്? ആ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നു അല്ലെ? ആ കുഞ്ഞുങ്ങൾക്ക് ത്വആം കൊടുക്കുന്നു. എന്താ കൊടുക്കുന്നത്? അത്വആം അല്ലെ? ആരാ ത്വആം കൊടുക്കുന്നത്? അൽ അവരുടെ ആ കുട്ടികളുടെ അല്ലെ? അമ്മക്കിളി. അപ്പോ അമ്മക്കിളി കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നു എന്നതിന് പറയാ തുഖദ്ദിമു അല്ലെ? നൽകുന്നു. തുഖദ്ദിമു. അപ്പൊ നോക്കിയേ. തുഖദ്ദിമുൽ ഉമ്മു ഇലൽ അഫ്രാഖി അത്വആമ. തുഖദ്ദിമു അൽ ഉമ്മു ഇലൽ അഫ്രാഖി അത്വആമ. തുഖദ്ദിമുൽ ഉമ്മു. ഉമ്മ നൽകുന്നു അല്ലെ? ഇലൽ അഫ്രാഖി കുട്ടികൾക്ക് അത്വആമ ഭക്ഷണം. അവർക്ക് വേണ്ട ഭക്ഷണം നൽകുന്നു അല്ലെ? കണ്ടോ? ആ കുഞ്ഞുങ്ങളൊക്കെ വായും വിളിച്ച് നിൽക്കുന്നുണ്ടല്ലേ ഭക്ഷണം വാങ്ങാൻ വേണ്ടിയിട്ട്. ഓക്കെ. നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഒന്നാമതേ പറഞ്ഞത് ഹാദിഹി ഷജറത്തുൻ കബീറത്തുൻ. ഹാദിഹി ഷജറത്തുൻ കബീറത്തുൻ. ഷജറത്ത് നമുക്കറിയാം, കബീറത്ത് അറിയാം അല്ലെ? വലിയത്. അല ഷജറത്തി ഉഷുൻ.
അല എന്ന് പറഞ്ഞാൽ മീതെ, മേലെ എന്നർത്ഥം കേട്ടോ. അല ഷജറത്തി ഉഷുൻ, മരത്തിൽ എന്തുണ്ട്? ഒരു ഉഷുണ്ട് അല്ലെ, പക്ഷിക്കൂടുണ്ട്. ഫിൽ ഉഷി അഫ്രാഖുൻ, ഉഷിൽ ആരുണ്ട്? അഫ്രാഖ് ഉണ്ട് അല്ലെ, ചെറിയ പക്ഷി കുഞ്ഞുങ്ങളുണ്ട്. അഫ്രാഖ് നേരത്തെ പറഞ്ഞു. അഫ്രാഖിന്റെ മുഫ്രദ് എന്താണ്? ഫർഖുൻ. ഓക്കെ. തുഖദ്ദിമുൽ ഉമ്മു ഇലൽ അഫ്രാഖി അത്ത്വാമ. തുഖദ്ദിമു നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. എന്താ തുഖദ്ദിമു? നൽകുന്നു അല്ലെ. ആരാ നൽകുന്നത്? അമ്മക്കിളി നൽകുന്നു. ഇലൽ അഫ്രാഖി, കുഞ്ഞുങ്ങൾക്ക്, അതിന്റെ കുഞ്ഞുങ്ങൾക്ക്. അത്ത്വാം, എന്താ നൽകുന്നത്? ഭക്ഷണം നൽകുന്നു. ഓക്കെ. ഇനി നമുക്ക് അതിന്റെ അടുത്തൊരു ഭാഗമാണ്. ആ ചിത്രത്തിന് താഴെ കാണാം കുറച്ച് ചോദ്യങ്ങളുണ്ട്. നമ്മളിപ്പോ പഠിച്ചതുമായി ബന്ധപ്പെട്ട, കണ്ട ചിത്രവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് അല്ലെ. 5 ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തത് മാരിസാലത്തു ഹാദിഹി സൂറ. മാരിസാലത്തു ഹാദിഹി സൂറ എന്ന് പറഞ്ഞാല് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു തള്ളപ്പക്ഷിയുണ്ട് അല്ലെ. ആ പക്ഷിയും ആ കുഞ്ഞുങ്ങളെയും കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന മെസ്സേജ്, സന്ദേശം അല്ലെങ്കിൽ ഗുണപാഠം എന്താണെന്ന്. ഓക്കെ. മാരിസാലത്തു ഹാദിഹി സൂറ, ഈ ചിത്രത്തിന്റെ സന്ദേശം എന്താണ്? എന്താ ചിത്രം നൽകുന്ന സന്ദേശം? അമ്മക്കിളി കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നു അല്ലെ. എന്തൊരു സ്നേഹത്തോടു കൂടിയാ കൊടുക്കുന്നല്ലേ. സ്നേഹമാണ് അവർക്കിടയിലുള്ള ആ ബന്ധം കാണിക്കുന്നത് അല്ലെ. സ്നേഹത്തിന് അറബില് പറയും ഹുബ് അല്ലെങ്കിൽ മഹബത്ത് അല്ലെ. സ്നേഹത്തോടു കൂടിയാണ് കൊടുക്കുന്നത്. അപ്പൊ സ്നേഹമാണ് ഈ ചിത്രം നമുക്ക് നൽകുന്ന ഒരു സന്ദേശം, പരസ്പരം സ്നേഹിക്കാൻ വേണ്ടിയിട്ട്. അടുത്തൊന്ന് മറ്റൊന്നെന്താണ്? റഹ്മത്ത്, കാരുണ്യമാണ് അല്ലെ. ആ അമ്മക്ക് കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന കാരുണ്യം അല്ലെ. അള്ളാഹു നമ്മോട് കാണിക്കുന്ന കാരുണ്യം പോലെ ആ തള്ള പക്ഷി കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന കാരുണ്യം അല്ലെ. അതാണ് ഈ ചിത്രം നമുക്ക് നൽകുന്ന സന്ദേശം. കാരുണ്യത്തിന് പറയും റഹ്മത്ത് അല്ലെ. നമ്മൾ പഠിച്ചില്ലേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലെ. അതിൽപ്പെട്ടതാണ് റഹ്മത്ത്. അപ്പൊ അർ റഹ്മത്തു വൽ മഹബത്ത്, ഇതാണ് ഈ ചിത്രം നമുക്ക് നൽകുന്ന സന്ദേശം. രണ്ടാമതൊരു ചോദ്യം ഉണ്ട്. അതിങ്ങനെയാണ്: മാതാ തുഖദ്ദിമുൽ ഉമ്മു ഇലൽ അഫ്രാഖി. മാതാ എന്താണ്, തുഖദ്ദിമു നമ്മൾ പഠിച്ചിട്ടുണ്ട് നേരത്തെ, നൽകുന്നത്. അൽ ഉമ്മു ഉമ്മ, അമ്മക്കിളി, ഇലൽ അഫ്രാഖി കുഞ്ഞുങ്ങൾക്ക്. അതിന് കുഞ്ഞുങ്ങൾക്ക് എന്താണ് അമ്മക്കിളി നൽകുന്നത് എന്നാ നമുക്കറിയാം, ഈസിയാണ് അല്ലെ. എന്താണ്? അത്ത്വാം അല്ലെ, ഭക്ഷണമാണ് നൽകുന്നത്. അടുത്ത നോക്കിയേ, മാതാ തൻതളിറു അൽ അഫ്രാഖു. മാതാ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? എന്ത് അല്ലെ. ചോദ്യം ചോദിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പദമാണ് മാതാ. തൻതളിറു കാത്തിരിക്കുന്നു അല്ലെ, വെയിറ്റ് ചെയ്യുന്നു. അൽ അഫ്രാഖു പക്ഷിക്കുഞ്ഞുങ്ങൾ. പക്ഷിക്കുഞ്ഞുങ്ങൾ എന്തിനെയാണ് കാത്തിരിക്കുന്നത്? ഈസിയാണ് അല്ലെ. എന്താണ് ആൻസർ? ജവാബ് എന്താണ്? അജവിബ അത്ത്വാം, ഭക്ഷണത്തെയാണ് അവർ കാത്തിരിക്കുന്നത് അല്ലെ. അടുത്ത് നോക്കിയേ, മാതാ തഹ്താജു അൽ അഫ്രാഖു. കുഞ്ഞുങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത്? കുഞ്ഞുങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത് ജീവിക്കാൻ വേണ്ടിയിട്ട്? ഒന്നാമതായിട്ട് എന്ത് വേണം? ത്വാം അല്ലെ, ഭക്ഷണം വേണം. ഭക്ഷണം മാത്രം മതിയോ? പോരാ, അല്പസ്നേഹവും കരുതലും അല്ലെ, കാരുണ്യവും ഒക്കെ കിട്ടണം അല്ലെ. അപ്പൊ ഭക്ഷണത്തോടൊപ്പം തന്നെ എന്തും വേണം? റഹ്മത്തും മഹബത്തും ഒക്കെ വേണം അല്ലെ. ഓക്കെ. അപ്പൊ അങ്ങനെ ഉത്തരം പറയാൻ മതി. അത്ത്വാമു വൽ മഹബത്തു വേണമെങ്കിൽ എന്തു ചേർക്കാം? റഹ്മത്തു അല്ലെ ചേർക്കാം. മാതാ തഹ്താജുൽ അഫ്രാഖു, കുഞ്ഞുങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത്? ഭക്ഷണം അല്ലെ. അത്ത്വാം വൽ മഹബ, സ്നേഹവും വേണം അല്ലെ. ഓക്കെ. അവസാനത്തെ ചോദ്യം ഇങ്ങനെയാണ്: മല്ലദി ഹറദ അൽ ഉമ്മ അലാ തഖ്ദീമി തആം. മല്ലദി എന്തൊരു കാര്യമാണ്? ഹറദ അൽ ഉമ്മ, ഉമ്മയെ പ്രേരിപ്പിച്ചത്. അപ്പൊ ഉമ്മയെ പ്രേരിപ്പിച്ച കാര്യം എന്താണ്? അലാ തഖ്ദീമി തആമി, ഭക്ഷണം നൽകുന്നതിന്. അപ്പൊ സ്വന്തം കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നൽകണം എന്ന് ആ അമ്മക്ക് തോന്നാൻ കാരണം എന്താണ്? അതിനെ പ്രേരിപ്പിച്ച ഘടകം എന്താണ് എന്നാണ്. വളരെ ഈസിയാണ്. എന്താ നമുക്ക് മനസ്സിലാവുന്നത്? ആ അമ്മക്കിളിക്ക് കുഞ്ഞുങ്ങളോടുള്ള സ്നേഹവും കാരുണ്യവുമാണ് അല്ലെ. എങ്ങനെ പറയപ്പം? അൽ മഹബത്തു വറഹ്മത്തു അല്ലെ. കൂട്ടുകാരെ, നമ്മൾക്ക് ഈ ചിത്രം നൽകുന്ന വലിയ സന്ദേശം വേറെ ഒന്നാണ് അല്ലെ. നമ്മളെ വീട്ടിൽ നമുക്ക് ഉമ്മയും ഉപ്പയും ഒക്കെ ഉണ്ട് അല്ലെ. അവരൊക്കെ നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് നമ്മൾക്കറിയാം. നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ വാങ്ങിത്തരുന്നതും നമ്മളെ സ്നേഹിക്കുന്നതും അവരാണ് അല്ലെ. അപ്പൊ തിരിച്ച് നമ്മൾ ചെയ്യേണ്ട ബാധ്യത എന്താണ്? അവരോട് തിരിച്ചങ്ങോട്ടും സ്നേഹം കാണിക്കണം. അവർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണം. അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. ഇപ്പോൾ അവർ നമ്മളെ നോക്കുന്നു. നമ്മൾ വലുതാകുമ്പോൾ അവർക്ക് പ്രായമാകും. ആ സമയത്ത് നമ്മൾ പ്രത്യേകമായ ശ്രദ്ധ അവരോട് കാണിക്കണം അല്ലെ. അതും ഈ ചിത്രം നമുക്ക് നൽകുന്ന ഒരു വലിയ മെസ്സേജാണ്. നോക്ക്, നമ്മൾ 4 പ്രധാനപ്പെട്ട വാചകങ്ങളാണ് പഠിച്ചത്. ഹാദിഹി ഷജറത്തുൻ കബീറത്തുൻ. ഒന്ന് അർത്ഥം വായിച്ചു നോക്കി, എല്ലാവരും വായിച്ചേ.
ഹാദിഹി ഷജറത്തുൻ കബീറത്തുൻ. അർത്ഥം ഒന്ന് മനസ്സിൽ ഓർത്തു നോക്കിയേ. ഓക്കെ, രണ്ടാമത്തത് അല ഷജറത്തി ഉഷ്ഷുൻ. വായിച്ചേ, അല ഷജറത്തി ഉഷ്ഷുൻ. എന്താണ് അർത്ഥം എന്ന് ഓർത്ത് നോക്കിയേ. ഓക്കെ, മൂന്നാമത്തത് ഫിൽ ഉഷി അഫ്രാഖുൻ. ഫിൽ ഉഷി അഫ്രാഖുൻ. ഒന്നുകൂടെ വായിച്ചേ. ഫിൽ ഉഷി അഫ്രാഖുൻ. അതിന്റെ അർത്ഥം ഓർത്ത് നോക്കിയേ. അയ്യോ, അടുത്തത് തുഖദ്ദിമുൽ ഉമ്മു ഇലൽ അഫ്രാഖി അത്ത്വാമ. തുഖദ്ദിമു അറിയാലോ അല്ലേ, നൽകുന്നു. തുഖദ്ദിമുൽ ഉമ്മു ഇലൽ അഫ്രാഖി അത്ത്വാമ. ഒന്ന് വായിച്ചു നോക്കിയേ. തുഖദ്ദിമുൽ ഉമ്മു ഇലൽ അഫ്രാഖി അത്ത്വാമ. എന്താണ് എൻ്റെ ആശയം, അർത്ഥം എന്താണ്? അമ്മക്കിളി കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നൽകുന്നു. ഓക്കെ, ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇന്ന്. നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന 4 വാചകങ്ങളും നിങ്ങളുടെ നോട്ട്ബുക്കിൽ ആദ്യമായിട്ട് എഴുതുക. ഹെഡിങ് എഴുതുക, പാഠത്തിന്റെ പേര്, യൂണിറ്റ് പേര്, അതിന്റെ താഴെ ഈ 4 വാചകങ്ങൾ എഴുതി വെക്കുക. ഡേറ്റ് ചെയ്താൽ മറന്നു പോകരുത് കേട്ടോ. അതിന്റെ താഴെ നേരത്തെ നമ്മൾ വായിച്ച 5 ചോദ്യങ്ങളുണ്ട് അല്ലേ, ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് നോക്കിയിട്ട് ആ ഉത്തരങ്ങൾ നോട്ട്ബുക്കിൽ പകർത്തി വെക്കുക. ഓക്കെ, ഇത് പകർത്തി വെച്ചാൽ മാത്രം പോരാ, പഠിക്കണം. നേരത്തുള്ളതും പഠിക്കണം, ഇതും പഠിക്കണം. ഓക്കെ, ഇതാണ് ആ 5 ചോദ്യങ്ങൾ. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. മഅസ്സലാമ.